See, inspectors, എന്തായി തരുൺ കേസിന്റെ അന്വേഷണം? See, we should make it very fast because that girl and their family is totally worried. You people should understand that. We should not delay at all, okay? അപ്പോൾ എത്രയായി? 80 രൂപ സാർ. സാർ ഇവിടെ പുതിയതാണോ? ഇതിനു മുമ്പൊന്നും കണ്ടിട്ടില്ല. ഞാൻ വാസുദേവൻ, ഇവിടുത്തെ വില്ലേജ് ഓഫീസിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഇനി കുറച്ച് നാൾ ഇവിടെ ഞങ്ങൾ വാടകയ്ക്ക് ഉണ്ടാവും. എന്നാൽ ശരി. ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉള്ളത് കൊള്ളാമല്ലേ? ശുദ്ധവായുവൊക്കെ കൊണ്ട് പാചകം ചെയ്യാമല്ലോ അല്ലേ? അതെ അതെ, ശുദ്ധമായ പുകയും കൂടി ശ്വസിക്കാം. സീതേ, കടുപ്പത്തിലൊരു ചായ ഇട്ടോളൂ. മക്കളെ, നിങ്ങളൊക്കെ ഒന്ന് പോയി ഫ്രഷ് ആവും. നാളെ നിങ്ങളുടെ സ്കൂളും കോളേജും അഡ്മിഷനും എല്ലാം ശരിയാക്കണം. നാലാം ക്ലാസ് വരെ തരുൺ പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നു സാർ. അന്ന് അവൻ്റെ അച്ഛൻ കോയമ്പത്തൂരിലായിരുന്നു. പിന്നീട് അയാളുടെ സ്വഭാവ ഗുണം കാരണം ആളുകൾ അവിടെ നിന്നും അയാളെ അടിച്ചു പിടിച്ചു. അയാളിവിടെ വന്നതിന് ശേഷമാണ് തരുൺ ഇങ്ങനെ ആയത്. ഒരു സ്വസ്ഥതയില്ല സാറേ വീട്ടിൽ. ആരാടി അവിടെ? ഞാനിതാ സമയത്ത് ഏതോ മാറടി ഇവരൊക്കെ. എല്ലാത്തിനും ഞാൻ ഇന്ന് ശരിയാക്കും. സ്ത്രീകളോട് നിന്റെ വീരസം വേണ്ട കേട്ടോ, മനസ്സിലായോ? അങ്ങനെ അഡ്മിഷൻ കടമ്പകളെല്ലാം കഴിഞ്ഞു. ഇനി നന്നായി പഠിച്ചോളണം കേട്ടോ. അഡ്മിഷനൊക്കെ ഓക്കെ ആയല്ലോ അല്ലേ? അതെ അതെ, എല്ലാം ഓക്കെ ആയി. പിന്നെ അവനെ ഹോസ്റ്റലിലാക്കുകയും ചെയ്തു. അവിടെ ആരോ നിൽക്കുന്നത് പോലെ. ഏയ്, അത് നിനക്ക് തോന്നിയതാവും മോളെ. എന്ത് പറ്റി മോളെ? എന്തിനാ കരയണ? അമ്മേ, അതവിടെ ആരോ. അച്ഛൻ വന്ന ശേഷം പറയാം മോളെ, നീ കരയല്ലേ, സമാധാനിക്ക്.
Patrick and Julia, Yes, sir. I need your inputs on Tarun's case. And this case is really messed up. Really confusing, but don't know actually what to do. സർ, തരുണിൻ്റെ വളരെ മോശമായ കുടുംബാന്തരീക്ഷം, പ്രത്യേകിച്ച് അവൻ്റെ അച്ഛൻ്റെ മോശമായ ക്യാരക്ടർ മുതലായ ഒരുപാട് സാഹചര്യങ്ങൾ അവൻ്റെ സ്വഭാവത്തെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയില്ലേ? ഒപ്പം സ്നേഹം നിഷേധിക്കപ്പെട്ട അവൻ്റെ ബാല്യവും കൗമാരവും ക്യാൻ ബി എ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ, റൈറ്റ്? മുഴുകുടിയനായ അച്ഛൻ, നിസ്സഹായിയായ അമ്മയും അവൻ എങ്ങനെ ഇങ്ങനെ ആവാതിരിക്കും സർ? Yes, Julia, you are absolutely right. Medically, this is a genetic problem. Borderline personality disorder with bipolar disorder എന്ന എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് അവനെ ഇതൊക്കെ എത്തിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നഷ്ടപ്പെട്ടു പോയ സ്നേഹം അവൻ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചത് ആക്ച്വലി സുധീരയുടെ ആയിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇത്തരക്കാർ പ്രണയിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകളോട് ഓവർ പൊസസീവ്, ഒരുതരം ഭ്രാന്തമായ പൊസസീവ്നെസ്, എ ടോക്സിക് പൊസസിവിറ്റി. സുധി, നീ എന്തിനു പേടിക്കണേ? സുധി, നിനക്കറിയോ എനിക്ക് എത്രത്തോളം നിന്നെ ഇഷ്ടമാണെന്ന്? നിന്റെ ഒരൊറ്റ വാക്കിന് വേണ്ടി ഞാൻ ഇത്ര വർഷം കാത്തി. അതെന്താ നീ മനസ്സിലാക്കാത്ത? നിന്റെ അച്ഛൻ, അമ്മ, ഈ നാട്ടുകാർ, മറ്റാരെടുത്താലും ശരി, ഞാനുണ്ട് നിന്റെ കൂടെ. ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കിക്കോളാം. നീ ഇല്ലാത്ത ജീവിതം എന്നെ കൊണ്ട് വിചാരിച്ച് നോക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഭ്രാന്ത് പിടിക്കാൻ. വല്ലാത്ത കഷ്ടമായല്ലോ. എവിടെ ചെന്നാലും മനസ്സമാനമില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക? ഹലോ, ഞങ്ങൾക്ക് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നീയല്ലടാ തരുൺ? പറടാ, നീയല്ല തരുൺ? മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചോളണം, ഇല്ലെങ്കിൽ നിന്നെ നോക്കി ഞങ്ങൾ പൂട്ടും. മനസ്സിലാടാ? ഇനി നീ ആ പെൺകുട്ടി എങ്ങാനും ശല്യം ചെയ്തു എന്ന് അറിയാലോ മോനെ, ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ജീവിതകാലം മുഴുവൻ അകത്തിടും. കേട്ടോടാ? ഈ പറഞ്ഞതൊക്കെ മനസ്സിലായില്ലടാ. ഇനി നമ്മൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവരുത്. മനസ്സിലായില്ലടാ? പോലീസല്ല, ഇനി പട്ടാളം വരെ വന്നാലും അവളെ എനിക്ക് വേണം. നീ പേടിക്കണ്ടടാ, നീ ധൈര്യമായി മുന്നോട്ട് വെക്കോ.
ഞങ്ങൾ കൂടെ ഉണ്ട്. അവളെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റാർക്കും കിട്ടാൻ ഞാൻ അനുവദിക്കില്ല. എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്. ഇറങ്ങി പോ. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റേ. ഇറങ്ങി വാ. ആരാടാ നിങ്ങളൊക്കെ? പോലീസോട് പരാതി കൊടുത്ത് എന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചോ? ഞാനോ തരുൺ. എടാ വെറുതെ സീനുണ്ടാക്കരുത്, മര്യാദയ്ക്ക് തിരിച്ചു പോയിക്കൊള്ളണം. ഇറക്കി വിടോ തന്റെ മോളെ. അവളെ ഇപ്പോൾ കാണാൻ സാധിക്കില്ല, മര്യാദയ്ക്ക് തിരിച്ചു പോയിക്കും. മര്യാദയ്ക്ക് പോണം, നിന്നോട് പോവാനല്ലേ പറഞ്ഞു. ആരുടെ അവിടെ എന്താ പ്രശ്നം? പിടിയാണ് പിടിയാണ്. അതെ, എൻ്റെ ഒരു അനുഭവം ഞാൻ പറയട്ടെ. സർ, അവന്മാർ മിസ്സിംഗ് ആണ്. ഞങ്ങളുടെ അന്വേഷണത്തിൽ ഒരു ലിങ്കും കിട്ടിയിട്ടുമില്ല. അവൻ എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയി ഏത് രീതിയിലും ഭീകരമായി പ്രതികരിച്ചേക്കാനുള്ള എല്ലാ സാധ്യതകളും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രമാദമായ ഒരു കേസ് അന്വേഷണത്തിൽ ദുർമന്ത്രവാദിയും നരബലിയുടെ ആളായ നഞ്ചമ്മയെ പോലീസിനെ പിടിക്കാൻ സഹായിച്ചത് ഡിറ്റക്റ്റീവ് വിൻസെൻ്റ് ഗോൺസാൽവസ്. എന്തായാലും ഞാൻ ഈ കേസ് ഡിറ്റക്റ്റീവ് വിൻസെൻ്റ് ഗോൺസാൽവസിനെ ഏൽപ്പിക്കാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മാൻ ഈസ് capable of accepting or detecting all unnatural cases. താങ്ക് യു DYSP രഘുനാഥൻ. സംഭവം കേട്ടിടത്തോളം തരുൺ ഒരു സൈക്കോപാത്ത് ആവാനാണ് സാധ്യത. അതായത് ഒരു ബൈപോളാർ മൂഡ് ഡിസോർഡർ വിത്ത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളൊരു അപൂർവ രോഗമാണ് തരുൺ. അല്ലെങ്കിൽ അവനെ അങ്ങനെ എത്തിച്ചു സാഹചര്യങ്ങൾ എന്ന് വേണം പറയാൻ. ദീസ് പീപ്പിൾ ആർ അറ്റ് ടൈംസ് വെരി ഇൻ്റലിജൻറ്റ്, വെരി ക്ലെവർ, ആൻഡ് ദേ ക്യാൻ ബി ഡേഞ്ചറസ് ആസ് വെൽ. So keep your head on your shoulders. Now we ain't out here moving rocks, we out here moving boulders. Now we ain't getting posterized, we out here making posters, and we ain't got nothing to hide. We move forward like soldiers. പറയടാ, നീ എന്തിനാ ഈ അഭ്യാസം മുഴുവൻ കാട്ടിക്കൂട്ടിയത്? വലിയ ഷോമാനായി എന്നാണോ നീ വിചാരിക്കുന്നത്? ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല സർ. പക്ഷേ ഇപ്പോൾ എൻ്റെ ബാല്യം, കൗമാരം എല്ലാം ദുരന്തമായിരുന്നു സർ. എല്ലാവരും കൂടി ചേർന്ന് എന്നെ ഭ്രാന്തനാക്കി മാറ്റി. പക്ഷേ അവൾ ശ്രുതി, അവളാണ് എൻ്റെ ലോകം. എൻ്റെ ശൂന്യമായ ലോകത്തിലെ മാലാഖ. അവളെയും കൊന്ന് ഞാനും മരിച്ച് ഞങ്ങൾ രണ്ടുപേരും മറ്റൊരു ലോകത്തിലെ മാലാഖമാരെ ചെയ്തു. എന്ന് വെച്ച് അവളെ കൊല്ലണം? അതിനു വേണ്ടി ഞാൻ അതിൻ്റെ കൂട്ടു നിൽക്കണം? നടക്കില്ല മോനെ, ഒരിക്കലും നടക്കില്ല. പിന്നെ ഇത് പോലീസ് കേസ് ആയതുകൊണ്ട് നിന്നെ പോലീസിൽ ഏൽപ്പിച്ച് തന്നെ ആവണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ അച്ഛനെയും അടിക്കണം, ശിക്ഷ മേടിച്ചു കൊടുക്കണം. സ്വയം ഭ്രാന്തനായതിനും മറ്റൊരു ഭ്രാന്തനെ സൃഷ്ടിച്ചത്. ഹലോ ഇൻസ്പെക്ടർ, തരുണിനെ കണ്ടുകിട്ടി, ചോദ്യം ചെയ്തു. അവനെ
എത്രയും പെട്ടെന്ന് തന്നെ ഒരു സൈക്യാട്രിക് റിഹാബിലിറ്റേഷന് വിധേയമാക്കണം. മക്കളെ ശരിയായ രീതിയിൽ വളർത്താത്ത എല്ലാ മാതാപിതാക്കൾക്കും ഇതൊരു പാഠമാവട്ടെ.